ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ചോദിക്കാറുള്ള ഒരു ചോദ്യമുണ്ട്. എന്തുകൊണ്ട് ദൈവം എന്നെ ഈ ഒരു സാഹചര്യത്തിൽ എത്തിച്ചു? ഈ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി നൽകിയ ഒരു സാധാരണ പെൺകുട്ടിയുടെ കഥയാണ് നാം ഇന്ന് കേൾക്കുന്നത്. എസ്തേർ ഒരു യഹൂദ പെൺകുട്ടിയായിരുന്നു. അവളെ വളർത്തിയത് അവളുടെ ബന്ധുവായ മൊർദെഖായി ആയിരുന്നു. പുറമേ നാം നിന്ന് നോക്കുമ്പോൾ വളരെ സാധാരണമായ ഒരു ജീവിതം. പക്ഷെ ദൈവം അവളെക്കുറിച്ച് അസാധാരണമായ ഒരു പദ്ധതിയായിരുന്നു ഒരുക്കിയിരുന്നത്. അന്നത്തെ പേർഷ്യൻ രാജാവായിരുന്ന അഹശ്വേരോശ് പുതിയ രാജ്ഞിയെ തിരഞ്ഞെടുക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ എസ്തേർ രാജധാനിയിലെത്തി. അവളുടെ സൗന്ദര്യം മാത്രമല്ല, തൻ്റെ വിനയവും ആത്മവിശ്വാസവും ശാന്തതയും ഇതെല്ലാം അവളെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തയാക്കി. ഒടുവിൽ അവൾ രാജ്ഞിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. എന്നാൽ വളരെ യാദൃച്ഛികമായി ഒരു ദിവസം ആ കൊട്ടാരത്തിലെ തന്നെ അധികാരിയായിരുന്ന ഹാമാൻ എന്ന മനുഷ്യൻ യഹൂദന്മാരെ നശിപ്പിക്കുവാൻ ഒരു പദ്ധതി തയ്യാറാക്കി. അങ്ങനെ ആ ജനതയെ മുഴുവനും ഇല്ലാതാക്കുവാൻ താൻ തീരുമാനിച്ചു. വളരെ ഞെട്ടലോടെയാണ് തൻ്റെ വളർത്തച്ഛനായ മൊർദെഖായി ഈ വാർത്ത കേട്ടത്. ഉടനെ തന്നെ താൻ എസ്തേറിനെ അറിയിച്ചു. രാജാവിൻ്റെ അടുത്ത് ചെന്ന് സ്വന്തം ജനത്തിനു വേണ്ടി സംസാരിക്കണമെന്നായിരുന്നു തൻ്റെ ആഗ്രഹം. അത് ഒരു വലിയ അപകടം പിടിച്ച കാര്യമായിരുന്നു. കാരണം ആ സമയത്ത് രാജാവിൻ്റെ അനുമതിയില്ലാതെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലാൻ ആർക്കും കഴിയുകയില്ലായിരുന്നു. ചെന്നാൽ എസ്തേർ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ടായിരുന്നു. അവളും ഭയപ്പെട്ടു. എങ്കിലും മൊർദെഖായി പറഞ്ഞ വാക്കുകൾ, ഇത്തരമൊരു സമയത്തിനായിട്ടായിരിക്കും നീ രാജസ്ഥാനത്തെത്തിയത്. ആ വാക്കുകൾ എസ്തേറിന്റെ ഹൃദയത്തെ മുഴുവൻ മാറ്റി. എസ്തേറിന് എല്ലാം അറിയാമായിരുന്നില്ല. പക്ഷേ അവൾ ദൈവത്തിൽ വിശ്വസിച്ചു. അവൾ ഉപവസിച്ചു, പ്രാർത്ഥിച്ചു, ധൈര്യത്തോടെ ദൈവസന്നിധിയിൽ ചെന്നു. അവളുടെ ധൈര്യം ഒരു ജനതയ്ക്ക് രക്ഷയായി മാറുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഭയമുണ്ടാകാം. എന്നാൽ വിശ്വാസം ഭയത്തേക്കാൾ വലിയതാണ്. ചിലപ്പോൾ ഒരു ചെറിയ തീരുമാനം പോലും ഒരാളുടെ ജീവിതത്തെ മാറ്റുവാൻ കഴിയും. നമ്മുടെ ഒരു പ്രാർത്ഥനയായിരിക്കാം, നമ്മുടെ ഒരു ഫോൺ കോൾ ആയിരിക്കാം, പ്രോത്സാഹനത്തോടെയുള്ള ഒരു വാക്കായിരിക്കാം. ഇവ ദൈവം ഉപയോഗിക്കുന്ന അത്ഭുതങ്ങളായി മാറുന്നു. ഇന്ന് ഒരുപക്ഷെ നിങ്ങളിത് ശ്രദ്ധിക്കുമ്പോൾ ഒറ്റപ്പെടലും നിരാശയും ഭയവും ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയുമൊക്കെ ഓർത്ത് നിരാശപ്പെടുകയാണോ? ദൈവം നിങ്ങളെ മറന്നിട്ടില്ല. എസ്തേറിനെ പോലെ നിങ്ങളെയും ദൈവം ഒരു ലക്ഷ്യത്തിനു വേണ്ടി സൂക്ഷിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിന് ഒരു വിലയുണ്ട്. നിങ്ങളുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട്. നിങ്ങളുടെ സാന്നിധ്യം ഒരാളുടെ അനുഗ്രഹമായി തീരും. അതുകൊണ്ട് നമുക്കിങ്ങനെ തീരുമാനിക്കാം: ഞാൻ ഭയത്തേക്കാൾ ദൈവത്തിലുള്ള വിശ്വാസത്തിൽ എന്നെ സമർപ്പിക്കുന്നു. ദൈവമേ, അങ്ങെന്നെ ഉപയോഗിക്കണമേ. ഞാനൊരു വെളിച്ചമായി തീരണമേ. സുഹൃത്തെ, ഇത്തരമൊരു സമയത്തിനായിട്ടാണ് ദൈവം നിങ്ങളെ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988-22-1957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.